ഇന്ന് നമുക്ക് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഞാൻ 15 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്കിന്ന് 3 ചെയിൻ വിട്ടിട്ട് 4ാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്യുക, 4ാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പം 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം ലൂപ്പ് പുറത്തെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ട്. ഇനി ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം പുതിയൊരു ലൂപ്പ് വലിച്ചെടുക്കണം. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. ഇനി ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുതിയൊരു ലൂപ്പ് വലിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് കേട്ടോ ഡബിൾ ക്രോഷയ്ക്ക്. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ച് കൂടി മാത്രം ലൂപ്പ് പുറത്തെടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷിൽ നമ്മൾ ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയല്ലേ പുതിയൊരു ലൂപ്പ് വലിച്ചെടുക്കുന്നത്. എന്നാൽ ഇവിടെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുതിയൊരു ലൂപ്പും പിന്നത്തെ 2 ലൂപ്പിലൂടെ പുതിയൊരു ലൂപ്പുമാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ഡബിൾ ക്രോഷ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടൊന്നും മറക്കല്ലേ.